പാടിയാനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. അവൻ മാത്രം മതി എനിക്ക് ഹത്തിലും പരത്തിലും പാടിയാനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. ഇതുവരെ ലജ്ജിപ്പാൻ സംഗതി വന്നില്ല, പാടിയാനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും. പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും. തെല്ലും അവരെ ഭയപ്പെടാതെന്നും പാടിയാനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും. കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും. തീയുടെ ബലം കെടുത്തുന്നവനുള്ളത് പാടിയാനന്ദിക്കും മമ പ്രിയനെ നിജഗുണഗണങ്ങൾ. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 37-ാം വാക്യം. നിങ്ങളുടെ വാക്ക് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ വാക്ക് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നാം നിയന്ത്രിക്കുക. വാക്കുകളെ നിയന്ത്രിക്കുക.
നാവ് അടങ്ങാത്ത ദോഷമെന്ന് അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹ പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നാവിനെക്കുറിച്ച് വിശദമായി പ്രസ്താവിക്കുന്നുണ്ട്. നാവ് അടങ്ങാത്ത ദോഷം എന്താണ് പറയുന്നത്? നാവ് കൊണ്ട് മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. ഒരു വായിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെട്ടു വരുന്നു, അല്പം കഴിയുമ്പോൾ അതേ ഉറവിൽ നിന്ന് ചീത്ത വെള്ളവും പുറപ്പെട്ടു വരുന്നു. യാക്കോബ് ശ്ലീഹ പറയും, അബ്രഹാമിന് വലിയ നഷ്ടം വന്നുപോയി. അബ്രഹാം മിസ്രൈമിലേക്ക് പോയതുകൊണ്ട് നാവിൽ പിഴവറ്റി. അബ്രഹാം മാനുഷികമായ കൗശലത്തിന് വിധേയനായിപ്പോയി. ഒരു തന്ത്രം പ്രയോഗിച്ചു, ഒരു സൂത്രം പ്രയോഗിച്ചു. നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. 11-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിസ്രൈമ്യർ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാഹാമിന് നന്മ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വളരെ വേദനയോടെ മാത്രമേ ഈ വേദഭാഗം വായിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയുള്ളൂ. ഒരു വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന് പറ്റിയ വലിയൊരു വീഴ്ച. അബ്രഹാം പറഞ്ഞ വാക്ക് കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചതുപോലെ അതിൽ ഭാഗികമായ സത്യമുണ്ട്. ഒരപ്പൻ്റെ മക്കളാണ് അബ്രഹാമും സാറയും. പക്ഷേ അമ്മ രണ്ടാണ്. അപ്പൻ 1, അമ്മ 2. അതുകൊണ്ട് സഹോദരി എന്ന് പറഞ്ഞാൽ ഭാഗികമായ സത്യമില്ലേ? ഉണ്ട്. അനേകം പേര് ഇന്ന് ഇങ്ങനെ ഭാഗികമായ സത്യങ്ങൾ പറയുന്നവരാണ്. അല്പം നുണ കലർത്തി സത്യം പറയുന്നു, അല്പം വ്യാജം കലർത്തി സത്യം പറയുന്നു, സത്യത്തിൽ വ്യാജം കലർത്തുന്നു, വ്യാജത്തിൽ സത്യം കലർത്തുന്നു. പ്രിയപ്പെട്ടവരെ, തന്ത്രം പ്രയോഗിക്കുന്നു. അബ്രഹാമിന് ആ വലിയ പരീക്ഷയിൽ കുടുങ്ങിപ്പോകേണ്ടി വന്നു. അതൊരു പൈശാചിക പരീക്ഷയായിരുന്നു, ഒരു വലിയ പൈശാചിക ബാധയായിരുന്നു. ദൈവവൈദ്യത്തിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു. നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അവിടെ അബ്രഹാമിന് ജീവനോടെ രക്ഷപ്പെടേണ്ടതിന് സ്വയരക്ഷയ്ക്കുള്ള മാർഗം അബ്രഹാം നോക്കുകയാണ്. സ്വയരക്ഷയ്ക്കുള്ള മാർഗം തെറ്റല്ലാത്തത് നോക്കുന്നത് കൊണ്ട് ദോഷമില്ല. പ്രിയപ്പെട്ടവരെ, സ്വയരക്ഷയ്ക്ക് നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിന് തെറ്റല്ലാത്തതായ വഴികൾ അവലംബിക്കുന്നതിൽ പാപമില്ല. എന്നാൽ ഇതിൽ ഒരു പാപമാണ് അബ്രഹാം തിരഞ്ഞെടുത്തത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മിസ്രയീമിലെ ആളുകൾ ഈ തൻ്റെ ഭാര്യയായ സാറ സുന്ദരി എന്ന് കാണുമ്പോൾ അവളെ ജീവനോട് രക്ഷിക്കുകയും അത് അബ്രഹാമിനെ ഒരുപക്ഷെ കൊല്ലുകയും ചെയ്തേക്കുമല്ലോ. ആ ഭയം അബ്രഹാമിനെ പിടികൂടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളതായ ലക്ഷ്യം എന്താണ് എന്ന് നാം ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്? സുരക്ഷയ്ക്ക് വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ഭദ്രതയ്ക്ക് വേണ്ടി, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി നാം തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെങ്കിൽ അവിടെ പാപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്ത്രം ഏതായാലും പാപമാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയെന്ന് ന്യായം പറഞ്ഞാലും അത് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം നുണ പറഞ്ഞു. അതോടെ സംഭവിച്ചത് എന്താണ്? അബ്രഹാമിന് വിശുദ്ധി നഷ്ടപ്പെട്ടു. വാക്കിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അനേകം ദൈവമക്കൾക്ക് വാക്കിൽ വിശുദ്ധിയില്ല. പ്രിയപ്പെട്ടവരെ, നാം മാനസാന്തരപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് മാനസാന്തരപ്പെട്ടവരാണ്. ജീവിതത്തിൽ ഇനി തെറ്റുപറ്റുകയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ അനേകം പേരിവിടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ അതാത് സമയത്തിനൊത്തതുപോലെ, സാഹചര്യത്തിനൊത്തതുപോലെ തന്ത്രങ്ങൾ പ്രയോഗിക്കാറില്ലേ? കൗശലങ്ങൾ പ്രയോഗിക്കാറില്ലേ? സൂത്രങ്ങൾ പ്രയോഗിക്കാറില്ലേ? അല്പസ്വല്പം നുണകൾ കലർത്തി സംസാരിച്ച് പോകാറില്ലേ? അതിശയോക്തിയായി സംസാരിക്കാറില്ലേ? അതിശയോക്തിയായിട്ട് ഉള്ളതിൽ നിന്ന് കുറച്ച് പെരുപ്പിച്ച് പറഞ്ഞ് കാര്യങ്ങൾ വലുത് നേടാൻ നോക്കാറില്ലേ? ഓർക്കുക, അതിശയോക്തി പ്രയോഗിക്കുന്നതും പാപമാണ്. ദൈവത്തിന് സ്തോത്രം. ഉള്ളതെല്ലാം ഉള്ളതുപോലെ മാത്രം, സത്യം സത്യമായി മാത്രം.
അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. സ്നേഹിതരെ, ചോദിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയെല്ലാമാണ് വിശുദ്ധി കൈമോശം വന്നത്? നിങ്ങളുടെ നാവിൽ വിശുദ്ധി നഷ്ടപ്പെട്ടുവോ? നിങ്ങളുടെ ചിന്തകളിൽ വിശുദ്ധി നഷ്ടപ്പെട്ടുവോ? അശുദ്ധ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഇരച്ച് കയറുന്നുണ്ടോ? അഴുക്കായ മോഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പാർക്കാൻ നിങ്ങൾ ഇടം കൊടുക്കുന്നുണ്ടോ? അഴുക്കായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ലയിച്ചു നിൽക്കാൻ നിങ്ങൾ സമയം അനുവദിക്കുന്നുണ്ടോ? നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാറുണ്ടോ? ശാന്തമായി ചിന്തിക്കൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശുദ്ധമാണോ? നിങ്ങളുടെ ലാക്കുകൾ വിശുദ്ധമാണോ? നിങ്ങളുടെ ഓരോരോ അവയവം പ്രതിയായി ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഓരോ അവയവത്തിലും തെറ്റുപറ്റിയത് എവിടെയെല്ലാമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ വക കിട്ടും. പ്രിയപ്പെട്ടവരെ, പൂർണ്ണമായി വിശുദ്ധരായി നിൽക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമ്പൂർണ്ണമായി വിശുദ്ധരായി നിൽക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആശയോടെ പറയുകയാണ്, സ്നേഹിതരെ, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വളരെ ഉന്നതമായൊരു ചിന്ത അതാണ്. കർത്താവിന് സ്തോത്രം. നാളുകളിതാ കുറഞ്ഞു പോകുന്നു. കർത്താവെ, പൂർണ്ണ വിശുദ്ധനായി നിൽക്കുവാൻ ഇനിയും ഞാൻ എവിടെയെല്ലാമാണ് തിരുത്തൽ വരുത്തേണ്ടത്? ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു വാഞ്ചയായി തീരട്ടെ. പൂർണ്ണമായും പിശാച് അവകാശം പറയുന്ന ഒരു കണിക പോലുമില്ലാതെ, ശത്രുവായ പൈശാചികൻ അവകാശം പറയുന്ന ഒരാറ്റം പോലുമില്ലാതെ നിങ്ങൾക്ക് നിൽക്കാനുള്ള ദാഹമുണ്ടോ? സ്നേഹിതരെ, ഒന്നെനിക്ക് നല്ല ഉറപ്പാണ്, അങ്ങനെ നിങ്ങൾ ദാഹിച്ചാൽ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഇതിൽ പരം കർത്താവിന് സന്തോഷമുള്ളൊരു കാര്യം മറ്റൊന്നുണ്ടോ? ഭൂമിയിലെ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമുള്ളവനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതം, അതേ വിശുദ്ധിയുള്ളവനായി നിൽപ്പാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പരം സന്തോഷം മറ്റെന്തുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം അതാണ്. നാം ചോദിച്ചാൽ ദൈവം തരും. അതുകൊണ്ടാണ് ദാവീദിൻ്റെ 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ലോക മനുഷ്യർ നമ്മെ എന്തും കരുതിക്കൊള്ളട്ടെ, നമ്മെക്കുറിച്ച് എന്തും ചിന്തിച്ചു കൊള്ളട്ടെ, നമ്മെ എങ്ങനെയെല്ലാം തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, ഒരു ദോഷവുമില്ല. ദൈവത്തിന് സ്തോത്രം. പള്ളികളോ പള്ളി പ്രമാണിമാരോ നമ്മെ തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, സഭകളോ സമുദായങ്ങളോ നമ്മെ പകച്ചു കൊള്ളട്ടെ, ഒരു ദോഷവുമില്ല. ഒരു കേട് നമുക്ക് സംഭവിക്കുകയില്ല. കേട് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എവിടെയെങ്കിലും പിശാച് അവകാശം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാരകമായ അപകടമായി തീരും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, എവിടെയെല്ലാം നിങ്ങൾ കേടുപറ്റിയിട്ടുണ്ട്? വാക്കിലാണോ കേടുപറ്റിയത്? അല്ല, നിങ്ങളുടെ നോട്ടത്തിലാണോ തെറ്റുപറ്റിയത്? അതല്ല, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയിലോ കൈകൊണ്ട് തൊട്ടതിലോ ആണോ തെറ്റുപറ്റിയത്? കൈകൊണ്ട് എഴുതിയതിലാണോ തെറ്റുപറ്റിയത്? വായിൽ ഒഴിച്ചതിലാണോ തെറ്റുപറ്റിയത്? ചുണ്ടിൽ പിടിപ്പിച്ചതിലാണോ തെറ്റുപറ്റിയത്? നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൂട്ടുകെട്ടിലാണോ തെറ്റുപറ്റിയത്? എവിടെയെല്ലാമാണ് തെറ്റുപറ്റിയത്? നിങ്ങളോട് നിരന്തരം സഹവാസം ചെയ്യുന്നവരുടെ സംസാരങ്ങൾ നിങ്ങൾ കുടുങ്ങിയതാണോ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? അവരുടെ ആശയഗതികളോട് നിങ്ങളുടെ മനസ്സ് ചാഞ്ചു പോകുന്നതാണോ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരായി സംസാരിക്കുന്നവരുമായി കൂട്ടുകൂടി സംസാരിച്ചപ്പോഴാണോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അഴുക്കായ പലതും ചേക്കേറുവാൻ ഇടയാവുന്നത്? ഒന്നൊന്നായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്കിരുന്ന് കരയാം, നിങ്ങൾക്കിരുന്ന് അനുദപിക്കാം, നിങ്ങൾക്ക് ദൈവത്തോട് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയാം. കരുണയുള്ള കർത്താവേ എനിക്ക് മാപ്പ് തരണമേ എന്ന് പറയാം. പിശാച് അവകാശം പറയുന്ന ഇന്ന ഭാഗത്തു നിന്ന് യേശുവേ നിൻ്റെ അത്ഭുത കൃപയാലും കരുണയാലും സാത്താനെ മാറ്റി തരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ അവകാശം പറഞ്ഞു നിൽക്കുന്നു, ദുരാത്മാക്കൾ അവകാശം പറഞ്ഞു നിൽക്കുന്നു. കർത്താവേ, ഭീകരന്മാരായ ദുരാത്മസേനകൾ അവകാശം പറഞ്ഞു നിൽക്കുന്നു. മകനെ, നിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് നിനക്ക് കേടുപറ്റിയത്? നിനക്ക് തെറ്റുപറ്റിയത് എവിടെയാണ്? നിനക്ക് വീഴ്ച വന്നത് എവിടെയാണ്? പിശാച് ഇന്നും അവകാശം പറഞ്ഞു നിൽക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണ്? വിനയപൂർവ്വം നീ ഒന്ന് ശോധന ചെയ്യാൻ നോക്കൂ. മറ്റാരുടെയും സഹായത്തിന് നോക്കണ്ട. നീ തന്നെ ശോധന ചെയ്യൂ. വേറൊരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് പോകണ്ട. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ദൈവദാസനെ കാണാൻ പോകണ്ട. ഒരു ദൈവദാസനെ എടുക്കൽ ആലോചന ചോദിക്കാൻ പോകണ്ട. ഈ വചനം നീ എടുക്കുക. ഈ വചനത്തിൻ്റെ പേജുകൾ നീ മറിക്കുക. വചനത്തിൻ്റെ ആശയങ്ങൾ നീ തിരഞ്ഞെടുക്കുക. വചനത്തിൻ്റെ ആശയങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുക. വചനത്തിൽ കൂടി നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ വിളിച്ചപേക്ഷിക്കുക. ജീവനുള്ള ദൈവമേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, ഈ
ശത്രുവായ പിശാച് അവകാശം പറയുന്ന ചില പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നു, തിങ്ങി നിൽക്കുന്നു. കർത്താവേ, എന്നെ നീ വിടുവിക്കണമേ, ഈ സാത്താൻ്റെ ഭീകര ബാധയിൽ നിന്ന് എനിക്ക് നീ മോചനം തരണമേ എന്ന് എൻ്റെ സ്നേഹിതരെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെളിവ് ഇരച്ചു കയറി വരുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സത്യപ്രകാശം കടന്നു വരുന്നത്, നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് എന്തെല്ലാമോ ദുരാത്മബാധകൾ മാറിപ്പോകുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ചില ഭീകര ക്ഷുദ്ര ജീവികൾ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ക്ഷുദ്ര പ്രാണികൾ പറന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ആക്ഷരികമായി ഏതെങ്കിലും ക്ഷുദ്രപ്രാണി പറന്നു പോകുന്നത് കാണുമെന്നല്ല. ചില ദുരാത്മാക്കളെല്ലാം പറന്നു പോകും, ചില ഭീകരന്മാർ ഇറങ്ങിപ്പോകും, ചില കൊള്ളക്കാർ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറയാറില്ലേ, എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പറയാറില്ലേ, ഈ ചെറുകുറുക്കന്മാരിന്നുണ്ട്, തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിലുള്ളതാണ്. എൻ്റെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കിയാൽ എൻ്റെ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീൻ. തോട്ടത്തിൽ ധാരാളം മുന്തിരിയുണ്ട്. മുന്തിരി അങ്ങനെ നട്ടു വളർന്നിങ്ങനെ തഴച്ച് മേതാളിച്ച് വരികയാണ്. നല്ല ഫലസമൃദ്ധിയുള്ള നല്ല ഒന്നാന്തരം മുന്തിരിയാണ് നട്ടിരിക്കുന്നത്. നല്ലപോലെ വളമിട്ടു, തോട്ടം നല്ലതുപോലെ നനയ്ക്കുന്നു, നല്ല ശുശ്രൂഷ കിട്ടുന്നു. മുന്തിരി ഇങ്ങനെ തഴച്ച് വളരുകയാണ്. അതെല്ലാം അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. എന്തൊരു ഭംഗി! അങ്ങനെ പൂത്തുലഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. യജമാനൻ വന്ന് നോക്കിയപ്പോൾ യജമാന് വലിയ സന്തോഷം. എന്തു വലിയ വിളവെടുപ്പായിരിക്കും പ്രാവശ്യം, എന്തുമാത്രം മുന്തിരിങ്ങ കിട്ടും, എന്തു വലിയ വിളവെടുപ്പായിരിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ യജമാൻ ഉടമസ്ഥൻ അദ്ദേഹം വന്നു, തോട്ടത്തിലൂടെ എല്ലാം നടന്നു, സന്തോഷം. എന്നാൽ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ കഷ്ടമേ കഷ്ടം, ഇതാ ചില മുന്തിരിവള്ളിയെല്ലാം ഒലഞ്ഞ് താഴെ കിടക്കുന്നു, ചിലതെല്ലാം ഒലഞ്ഞ് വീണ് കിടക്കുന്നു. എന്തൊരു കഷ്ടം! മുന്തിരിവള്ളി ഒലഞ്ഞു പോയി. എന്തായിരിക്കുമാവോ? എന്ത് പറ്റി? ക്ഷുദ്രപ്രാണി ഇന്ന് കിടക്കാനിടയില്ലല്ലോ. ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടല്ലോ. നല്ല ഒന്നാന്തരം വേലിയാണ് ചുറ്റും കെട്ടിയിരിക്കുന്നത്. നല്ല ഒന്നാന്തരം വളരെ വൃത്തിയായിട്ടാണ് വേലി കെട്ടിയിരിക്കുന്നത്. ഒരു ജീവികളും അഴുക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവികളും കിടക്കാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ എന്ത് പറ്റിയാവോ? യജമാൻ നടന്നു നോക്കി, വല്ലതും ഉണ്ടോ? ഇല്ല. ഭാഗ്യം, ഒന്നുമില്ല. സാരമില്ല, ഇത്രയല്ലേ പോയുള്ളൂ, ശരിയായിക്കോളും. അടുത്ത പ്രാവശ്യം വന്നു, അപ്പോഴുണ്ട് ഈ നല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന മുന്തിരികൾ. ചിലത് താഴെ പറിച്ചിട്ടിരിക്കുന്നു, ചിലതെല്ലാം ഒടിച്ചു കളഞ്ഞിരിക്കുന്നു, ചിലതെല്ലാം അങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നു, ചിലതിനെല്ലാം കേടുവന്നിരിക്കുന്നു, ചിലതെല്ലാം ഇങ്ങനെ ഉലഞ്ഞ് അങ്ങനെ ഒടിഞ്ഞെരുങ്ങി കിടക്കുന്നു. വലിയ സങ്കടം തോന്നി. ഇത്രയും വലിയ അപകടം പറ്റിയല്ലോ. ഇതെന്തോ നല്ല ഒന്നാന്തരം മുന്തിരിങ്ങ കിട്ടേണ്ടതാണ്, പൂത്തുലഞ്ഞ് നിന്നതെല്ലാം അതെല്ലാം ഇങ്ങനെ താഴെ വീണ് തകർന്ന് കിടക്കുന്നു. യജമാൻ സങ്കടത്തോടെ ചുറ്റി നടന്നു നോക്കി. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കൂ. അവിടെ കാണാം എന്താണ് ഉണ്ടായത്. യജമാൻ ചുറ്റി നടന്ന് നോക്കുകയാണ്. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. യജമാൻ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. 15-ാം വാക്യം 2:15. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. ചെറുകുറുക്കന്മാർ കയറിയിട്ടുണ്ട്, പക്ഷേ നോക്കിയിട്ട് കാണുന്നില്ല. ചെറുകുറുക്കന്മാരിന്ന് പിടിച്ചു തരണം. യജമാൻ വേലക്കാരോടൊക്കെ പറയുന്നു, ഒന്ന് പിടിച്ചതാ, എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ ഒന്ന് പിടിച്ചതാ, നിങ്ങളൊന്ന് ഉത്സാഹിക്ക്, എല്ലാവരും നോക്ക്, എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീൻ. യജമാൻ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ദൈവത്തിന് സ്തോത്രം. ചെറുകുറുക്കന്മാർ നോക്കി നടക്കുകയാണ്. അവർ നോക്കി നടന്നപ്പോൾ എങ്ങും കാണുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് ഒരു ചെറിയ പൊത്ത്, ഒരു മുന്തിരിയുടെ ചുവട്ടിൽ, നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു മുന്തിരിയുടെ ചുവട്ടിൽ ഒരു ചെറിയ പൊത്ത്. യജമാനൻ പറഞ്ഞു, ദാണ്ടെ ഇവിടെ നോക്ക്, ഒന്ന് മാന്തി നോക്ക്. മൺവെട്ടി കൊണ്ടുവന്നു, മണ്ണ് മാറ്റി. അടിയിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചുകൂടി വലിയ പൊത്താണ്, കുറച്ചുകൂടി വലിയൊരു ഒരു ചെറിയ ഗുഹ പോലെ. കൂടുതൽ അടിയിലേക്ക് ചെന്നപ്പോഴാണ്, അയ്യോ, അതിനകത്തും ചെറുകുറുക്കന്മാരിങ്ങനെ ഇറങ്ങി ഓടുന്നു. പിടിച്ചു തരുവീൻ, വേഗം പിടിച്ചു തരുവീൻ. എല്ലാറ്റിനെയും പിടിച്ചു കൊടുത്തു കൊന്നു. എല്ലാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചെറുകുറുക്കന്മാർ കയറിയിട്ടുണ്ട് തോട്ടത്തിൽ. ദൈവത്തിൻ്റെ നടുതലയെ നശിപ്പിക്കുവാൻ ചെറുകുറുക്കന്മാർ തോട്ടത്തിൽ കയറിയിട്ടുണ്ട്. വലിയ ഭീകരജീവികളല്ല,
ഭീകരമായ മദ്യപാനമോ വേശ്യാവൃത്തിയോ വ്യഭിചാര ജീവിതമോ അതല്ലെങ്കിൽ പുറമേ പ്രകടമായ പാപപ്രവർത്തികൾ, കൊള്ളകളോ കവർച്ചയോ കൊലപാതകമോ ഇതൊന്നുമല്ല. ചെറുകുറുക്കന്മാർ, നീരസങ്ങൾ, കയ്പ്, മുഷിച്ചിൽ, ഇഷ്ടക്കുറവ്, പരിഭവം, അസൂയ, ഉള്ളിൽ കോപം, പുറമേ കോപിക്കുന്നില്ല, ഉള്ളിൽ കോപം, ഉള്ളിൽ വാശി, ഉള്ളിൽ മാതാപിതാക്കളോട് അത്ര ഇണങ്ങിപ്പോകാത്തതായ പ്രകൃതം, ഭാര്യയെ വേണ്ടതുപോലെ സ്നേഹിക്കാത്ത ഒരു ചെറിയ അകൽച്ച, ഭർത്താവിന് പൂർണ്ണമായി വിധേയപ്പെടാത്തതായ ഒരഹന്ത, ഇങ്ങനെ ചിലതെല്ലാം ഇങ്ങനെ കിടക്കുന്നു. ഒരു ചെറിയ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ചെറിയ സൂചന, ചിലതെല്ലാം ഇങ്ങനെ കിടക്കുന്നു. മുന്തിരിവള്ളി നശിപ്പിക്കുകയാണ്. മനോഹരമായ മുന്തിരിങ്ങ ഉണ്ടാകേണ്ടതാണ്, ധാരാളം വീഞ്ഞുണ്ടാകേണ്ടതാണ്, അനേകരെ മതിപ്പിക്കുകയും ലഹരി പിടിപ്പിക്കുകയും മധുരിപ്പിക്കുകയും ചെയ്യുന്ന വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കേണ്ടതാണ്. വലിയ പ്രതീക്ഷയോടെയാണ് യജമാൻ ഈ തോട്ടം നട്ടത് വളർത്തിയത്. ഈ മുന്തിരിവള്ളിയെല്ലാം പൂത്തു വരികയാണ്. സ്നേഹിതരെ, നിങ്ങൾ അനേകം പേര് നല്ല പുഷ്പിച്ചു വരുന്ന അവസ്ഥയിലാണ്, പൂത്തു വരുന്ന അവസ്ഥയിലാണ്. അപ്പോഴാണ് ചെറുകുറുക്കന്മാർ കടന്നു വരുന്നത്. ദൈവവൈതലേ, ഈ മുന്തിരിവള്ളി നട്ടപ്പോൾ വലിയ ശല്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട കാലത്ത് വലിയ പ്രതിസന്ധികളൊന്നും വന്നില്ല, വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല, വലിയ എതിർപ്പുകളൊന്നും വന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഫലം കായ്ക്കുമെന്ന് വന്നപ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ തോട്ടത്തിൽ പ്രയോജനമുള്ളവരായിത്തീരാൻ പോകുന്നെന്ന് വന്നപ്പോൾ ശത്രുവിനെ സഹിച്ചില്ല. അവൻ ചില കെണികൾ വയ്ക്കുകയാണ്, അവൻ ചില ഉപദ്രവങ്ങൾ വരുത്തുകയാണ്. നിങ്ങളുടെ ജീവിതം ഇതാ നശിപ്പിക്കാൻ ഈ മുന്തിരിവള്ളി പൂത്തു വരുന്നു, പൂത്തു തുടങ്ങിയിരിക്കുന്നു, പൂത്ത് വർദ്ധിച്ചു വരുന്നു, കായ്കൾ പിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, കായ്കൾ ഇങ്ങനെ ചെറുതായി ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇനിയാണ് പ്രശ്നം, സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. ആദ്യകാലത്ത് വലിയ പ്രശ്നങ്ങളില്ല. ശത്രു അപ്പോൾ അത്ര നിന്നെ ഉപദ്രവിക്കുകയില്ല, അവന് നിന്നെ അത്ര പേടിയില്ല. ഇനി അവന് നിന്നെ പേടിയാണ്, പിശാചിന് നിന്നെ പേടിയാണ്. എന്താണ് പേടി? ഇവൻ ഫലം കായ്ക്കുമെന്ന് തോന്നുന്നു, ഇവൻ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു, ഇവളെ കുടുംബമായി ഐശ്വര്യമായി തീരുമെന്ന് തോന്നുന്നു, ഇവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു തോന്നുന്നു, ഇവളുടെ മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് തോന്നുന്നു, ഈ എൻ്റെ മോനും ഈ മോൻ്റെ മക്കളും അവർ തലമുറയായി അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. വേണ്ട, ഇനി നോക്കി നിന്നാൽ പറ്റില്ല, ഇവരെ തകർത്തേ പറ്റൂ. ഇവർക്ക് ഇഷ്ടക്കുറവുണ്ടാക്കണം, ഭാര്യയും ഭർത്താവിനെ ഭിന്നിപ്പിക്കണം, ചെറിയ നീരസങ്ങൾ ഉണ്ടാക്കണം, കൂട്ടായ്മയിൽ ചെറിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കണം, കൂട്ടായ്മയിൽ ചെറിയ അലോസരങ്ങൾ ഉണ്ടാക്കണം, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം, ഞാനോ നീയോ എന്നുള്ള ചിന്തകൾ ഉണ്ടാക്കണം, എൻ്റെ അഭിപ്രായം നടന്നേ തീരൂ എന്നുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ ചെറുകുറുക്കന്മാർ കയറിപ്പറ്റി ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചെറുകുറുക്കന്മാർ കടന്നു, നാവിൽ ഒരു പിഴ പറ്റി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധി നഷ്ടപ്പെട്ടു, അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടതോടുകൂടി മറ്റൊരു കാര്യം നടന്നു. എന്താണെന്നറിയാമോ? അബ്രഹാമിന് അവിടെ നിന്ന് മിസ്രയീമിൽ നിന്ന് ഒരു ദാസിയെ കിട്ടി. മിസ്രയീമ്യ ദാസിയായ ഹാഗാർ. 16-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാം. 16-ാം അധ്യായം 1-ാം വാക്യം. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. മിസ്രയീമിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു ദാസിയെ കൂടി കൊണ്ടുവന്നോളം മിസ്രയീമിൽ നിന്നാണ് കിട്ടിയത്. ഒരു വേലക്കാരിയെ വിളിക്കുന്നത് തെറ്റില്ലല്ലോ, പുറമേ നോക്കിയാൽ തെറ്റില്ല. മിസ്രയീമിൽ പോയത് കൊണ്ട് കിട്ടിയ ഒരു അപകടമാണ് ഹാഗാറിനെ കൊണ്ടുവരാനിടയായി. ഹാഗാർ എന്ന മിസ്രയീമ്യ ദാസിയെ കൊണ്ടുവന്നു. ദൈവവൈതലേ, നിന്റെ ഭവനത്തിൽ മിസ്രയീമ്യ ദാസി വസിച്ചാൽ അപകടമാണ്. അടുത്ത വീഴ്ചയിലേക്ക് നീ നീങ്ങാൻ പോവുകയാണ്. 16-ാം അധ്യായത്തിലെ വീഴ്ചയിലേക്ക് നീ പോകാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാമാണ് അരുതാത്തതായ ചില കാര്യങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുള്ളത്. അരുതാത്തതായ, ദോഷമില്ല എന്ന് നമുക്ക് തോന്നുന്നതായ ചില കാര്യങ്ങളിലൂടെ പിശാച് കയറി വരികയാണ്. സൂക്ഷിക്കുക, വളരെ കരുതലോടെ നിൽക്കുക. മിസ്രയീമ്യ ദാസിയായ ഹാഗാർ വന്നത് മിസ്രയീമിൽ നിന്നാണ്. രണ്ടാമത്തെ നഷ്ടം, ഫാമിലി പീസ് നഷ്ടപ്പെട്ടു. അബ്രഹാമും സാറയും തമ്മിലുള്ളതായ ആ സ്നേഹത്തിൽ വിടവ് വന്നു. ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് വേറൊരാൾ കടന്നു വന്നു. അബ്രഹാമും ഭാര്യ സാറായുമായുള്ള സ്നേഹബന്ധത്തിലേക്ക് ഒരു മൂന്നാമതൊരാൾ കയറി വന്നു. സൂക്ഷിക്കുക മകനെ, നിൻ്റെ ഭാര്യയും നീയുമായുള്ള ബന്ധത്തിൽ, മോളെ നീയും നിൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ വേറൊരാൾ കയറി വരാൻ ഒരു കാരണവശാലും വരരുത്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹബന്ധത്തിലേക്ക് ഒരന്യൻ കയറി വരാൻ നീ സമ്മതിക്കരുത്. ഒരന്യൻ വെറും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലായിരിക്കാം,
ഇപ്പോൾ തൽക്കാലം വരുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നായിരിക്കും. ശരിയാണ്, ചില കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ ഉപകാരം ചെയ്യുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നിനക്ക് പലതരത്തിലുള്ളതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. ശരി, സൂക്ഷിച്ചു കൊള്ളുക, അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ കരുതലോടെ ജീവിക്കും നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റുമോ? സൂക്ഷ്മതയോടെ ജീവിക്കും തീരുമാനിക്കാൻ പറ്റുമോ? നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പോവുകയില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മിസ്രൈമിലേക്ക് പോയത് മൂലം വന്ന 2 നഷ്ടങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. 5 നഷ്ടങ്ങളെക്കുറിച്ച് പിന്നാലെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, നഷ്ടങ്ങളിൽ ഞാൻ ഇരിക്കുന്നുണ്ടോ? നഷ്ടങ്ങൾ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത നഷ്ടങ്ങളിൽ ഞാൻ വീണ് പോയിട്ടുണ്ടോ? കർത്താവേ, എന്നെ നീ എൻ്റെ നഷ്ടങ്ങളിൽ നിന്ന് ഇന്ന് മടക്കി കൊണ്ടുവരണം. ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടങ്ങളിൽ നിന്ന് എന്നെ മടക്കി കൊണ്ടുവന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിഷ്ഠിക്കണം. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു ലാഭം നീ എനിക്ക് തരണം കർത്താവേ. എനിക്ക് സമാധാനം നീ തരണം, എനിക്ക് നീ അനുഗ്രഹം തരണം. യേശുവേ, എൻ്റെ മേൽ നിൻ്റെ കരുണ നീ ചൊരിയണം, എൻ്റെ മേൽ നിൻ്റെ കൃപ നീ പകരണം, എനിക്ക് നിൻ്റെ അനുഗ്രഹം നീ തരണം. കർത്താവേ, നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഇപ്പോൾ നീ എന്നെ വീണ്ടെടുക്കണം. നിൻ്റെ കുരിശിലെ തിരുമരണത്താൽ ഇപ്പോൾ നീ എന്നെ വീണ്ടെടുക്കണം. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകണം. എൻ്റെ നഷ്ടങ്ങൾ നീ എന്നിൽ നിന്ന് മാറ്റിത്തരണം. കർത്താവേ, നഷ്ടത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് ഈ പാവപ്പെട്ടവനെ നീ നയിക്കണമേ, ഈ പാവപ്പെട്ടവളെ നീ നയിക്കണമേ. നഷ്ടമില്ലാത്ത പുതിയ അനുഗ്രഹത്തിൻ്റെ പന്ഥാവിലേക്ക് എന്നെ നയിക്കണമേ, പുതിയ അനുഗ്രഹ പാതയിലേക്ക് എന്നെ തിരിക്കണമേ. എനിക്ക് പുതിയ അനുഗ്രഹങ്ങൾ തരണമേ, എന്നോട് മനസ്സലിയണമേ, എന്നെ വീണ്ടെടുക്കണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, വന്നുപോയ പാപപ്പിഴകളിൽ നിന്ന് മാറ്റി തന്നിരണമേ, എല്ലാ തിന്മകളും ദൂരീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ നീ മനസ്സലിയണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിച്ചെടുക്കണമേ. എൻ്റെ നാഥ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ ഒഴുക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹത്തിൽ എന്നെ നീ കഴുകിയെടുക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വിലയേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ബിസിനസ്സിൽ കനത്ത നഷ്ടം നേരിട്ടവരുണ്ടല്ലോ, കർത്താവെ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ, വിശുദ്ധി നഷ്ടപ്പെട്ടവരുണ്ടല്ലോ. കരുണയുള്ള കർത്താവേ, ജീവിതത്തിലേക്ക് പൈശാചികം കയറി വന്നത് മൂലം പല നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടല്ലോ. എല്ലാവരെയും എൻ്റെ നാഥൻ സന്ദർശിക്കണമേ, ആരോഗ്യം മടക്കി കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, ബാധകൾ മാറ്റി കൊടുക്കണമേ, പൈശാചിക ബാധകൾ നീക്കിക്കൊടുക്കണമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം നൽകണമേ, സമാധാനം അയക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.